ഗൈസ്, +1 മാത്സിൽ നിങ്ങൾക്ക് ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യും. എനിക്ക് തോന്നുന്നു മെജോറിറ്റി കുട്ടികൾക്കും അത് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സും ട്രിഗണോമെട്രി ഫംഗ്ഷൻസും ആയിരിക്കും എന്നുള്ളത്. ആൻഡ് നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഈ ട്രിഗണോമെട്രിയും ലിമിറ്റും ബുദ്ധിമുട്ടാണെങ്കിൽ പ്രശ്നമാവോ? തീർച്ചയായിട്ടും പ്രശ്നമാവും. നിങ്ങളുടെ +1 മാത്സിലെ ഏറ്റവും കൂടുതൽ മാർക്കിന് പബ്ലിക് എക്സാമിനും മോഡൽ എക്സാമിനും ചോദിക്കാൻ പോകുന്ന 2 ചാപ്റ്റേഴ്സാണ്. ഒന്ന് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസും രണ്ടാമത്തത് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സും. അതെങ്ങനെ വളരെ ഈസി ആയിട്ട് പഠിക്കാന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. അതിനു മുമ്പേ നിങ്ങൾക്ക് +1 മാത്സിൽ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് എന്നൊക്കെയുള്ള വെയിറ്റേജ് ഒന്ന് അറിഞ്ഞിരിക്കാൻ താല്പര്യമില്ലേ? നിങ്ങളുടെ പബ്ലിക് എക്സാമിന് ഓരോ ചാപ്റ്ററിൽ നിന്നും എത്ര മാർക്കിന് വീതമാണ് ചോദിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിനനുസരിച്ച് വേണം നിങ്ങളുടെ മാത്സ് പഠിക്കാനുള്ള ടൈം ടേബിൾ നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ നോക്കിക്കോ. ഫസ്റ്റ് വൺ, സെറ്റ്സ്. നമ്മുടെ ആദ്യത്തെ ഈസി ആയിട്ടുള്ള സിമ്പിൾ ചാപ്റ്റർ, അതിൻ്റെ വെയിറ്റേജ് 4 മാർക്കാണ്. ഇത് കഴിഞ്ഞ വർഷത്തെ 2024 പബ്ലിക് എക്സാമിൻ്റെയും മോഡൽ എക്സാമിൻ്റെയും ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തുകൊണ്ടുള്ള ഡാറ്റയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം ചോദിച്ചത് 4 മാർക്കിനാണ് സെറ്റ്സിൽ നിന്ന്. നിങ്ങൾക്ക് ഈ വർഷവും 4 മാർക്കിന് തന്നെ എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷനിൽ നിന്ന് 3 മാർക്കിൻ്റെ ഒരു ചോദ്യവും 4 മാർക്കിൻ്റെ ഒരു ചോദ്യവും, ടോട്ടൽ 7 മാർക്കായിരുന്നു വെയിറ്റേജ്. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ഞാൻ പറഞ്ഞല്ലോ 3 മാർക്കും 6 മാർക്കും, ടോട്ടൽ 9 മാർക്കിന് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങളോട് ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. 9 മാർക്ക്. ആൻഡ് അടുത്ത കോംപ്ലക്സ് നമ്പേഴ്സിൽ നിന്ന് വെറും 4 മാർക്ക്, ലീനിയർ ഇൻഇക്വാലിറ്റീസ് 3 മാർക്ക്, പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷനും അത്യാവശ്യം വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്റർ 7 മാർക്കിൻ്റെ. ഓക്കെ, ആൻഡ് ബൈനോമിയൽ തിയറത്തിൽ നിന്ന് വെറും 3 മാർക്കേ ചോദിച്ചിട്ടുള്ളൂ. സീക്വൻസ് ആൻഡ് സീരീസ് 6 മാർക്ക്, സ്ട്രെയിറ്റ് ലൈൻസും ഒന്ന് നല്ലതുപോലെ ചോദിച്ചിട്ടുണ്ട്. അതായത് 3 മാർക്കിൻ്റെ ഒരു ചോദ്യം, 4 മാർക്കിൻ്റെ ഒരു ചോദ്യം, ടോട്ടൽ 7 മാർക്ക്. കോണിക് സെക്ഷനിൽ നിന്നും 3, 4, 7 മാർക്കിൻ്റെ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ആൻഡ് കോണിക് സെക്ഷൻ കഴിഞ്ഞാൽ പിന്നെ 3 ഡയമെൻഷണൽ ജോമെട്രി 4 മാർക്കിൻ്റെ ചോദ്യമായിരുന്നു ചോദിച്ചിട്ടുള്ളത്. ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ, ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സിൽ നിന്ന് അടുത്ത ഏറ്റവും വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ഇവിടെ നിന്നും 3, 6, 9 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അതായത് നിങ്ങളുടെ 17 മുതൽ 20 വരെയുള്ള 6 മാർക്കിൻ്റെ 4 ചോദ്യത്തിൽ 3 എണ്ണം തീർച്ചയായിട്ടും നിങ്ങൾ എഴുതേണ്ടി വരും. അതിൽ 6 മാർക്കിൻ്റെ ചോദ്യത്തിൽ ഒന്ന് ലിമിറ്റ്സിൽ നിന്നാണ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക, ഒന്ന് ട്രിഗണോമെട്രി ഫംഗ്ഷൻസിൽ നിന്നാണ്, പിന്നെ ഒന്ന് സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നാണ്, പിന്നെ ഒന്ന് സീക്വൻസ് ആൻഡ് സീരീസിൽ നിന്നായിരിക്കും. അപ്പോൾ കഴിഞ്ഞ വർഷം ചോദിച്ചത് ഇങ്ങനെയായിരുന്നു. എന്തായാലും ലിമിറ്റ്സിൽ നിന്നും ട്രിഗണോമെട്രിയിൽ നിന്നും സ്റ്റാറ്റിയിൽ നിന്നും 6 മാർക്കിൻ്റെ ചോദ്യം ഷുവറാണ്. അപ്പോൾ അതെങ്ങനെയാണ് വരിക എന്നുള്ളത് നമ്മൾ ആദ്യം പഠിച്ച് മനസ്സിലാക്കി വെക്കണം. കാരണം വലിയ വലിയ മാർക്കുകൾ സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. അത് പറ്റിയിട്ടുണ്ടെങ്കിൽ ചെറിയ മാർക്കുകളും ഈസി ആയിട്ട് കിട്ടും. പഠിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ മുന്നിലുള്ള സൊല്യൂഷൻ. സ്റ്റാറ്റിസ്റ്റിക്സിൽ ഞാൻ പറഞ്ഞതുപോലെ 6 മാർക്ക്, പ്രോബബിലിറ്റി 4 മാർക്ക്. പ്രോബബിലിറ്റി ഒക്കെ ചെറിയ ചാപ്റ്ററാണ്. അപ്പോൾ കുഞ്ഞൻ ചാപ്റ്റേഴ്സ് ചെറിയ മാർക്ക് വെയിറ്റേജ് ഉള്ള ഒരുപാട് എണ്ണം ഉണ്ട്. അപ്പോൾ വലിയ മാർക്ക് വെയിറ്റേജ് ഉള്ളത് ട്രിഗണോമെട്രി, ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്, സ്ട്രെയിറ്റ് ലൈൻസ്, കോണിക് സെക്ഷൻ, പെർമ്യൂട്ടേഷൻ, അതേപോലെ തന്നെ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ്. അപ്പോൾ ഈ ചാപ്റ്റേഴ്സിന് നിങ്ങൾ പ്രധാനമായിട്ടും പരിഗണന കൊടുക്കണം. ഈ ചാപ്റ്റേഴ്സ് ഒന്നും ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ബിക്കോസ് ഈ ചാപ്റ്റേഴ്സിൽ നിന്ന് ഒന്നിലധികം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും ഈ ചാപ്റ്ററിൽ ഒരു ചോദ്യം നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടി വരും, ഷുവറാണ്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ചാപ്റ്റേഴ്സാണ് റിലേഷൻസ്, ട്രിഗണോമെട്രി, പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ, സ്ട്രെയിറ്റ് ലൈൻ, കോണിക്, ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്. നിങ്ങളുടെ A+ പോകുമെന്നുള്ളത് ഷുവർ ആയിരിക്കും. ഇതിലേതെങ്കിലും സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫുൾ മാർക്ക് പിന്നെ നമ്മൾ ചിന്തിക്കണ്ട. അപ്പോൾ എല്ലാ ചാപ്റ്റേഴ്സും അടിപൊളിയായിട്ട് പഠിക്കണം. നിങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ സ്റ്റഡി ടിപ്സുകളും ട്രിക്സുകളും നമ്മുടെ ചാനലിൽ പറഞ്ഞു തരുന്നതായിരിക്കും. അതനുസരിച്ച് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. മാത്സിൻ്റെ കേസിൽ ഞാൻ എല്ലായ്പ്പോഴും പറയാറുള്ളത് പോലെ തന്നെ NCERT സൊല്യൂഷൻ നിങ്ങൾ കൃത്യമായിട്ട് സോൾവ് ചെയ്ത് പഠിക്കണം. അത് നിങ്ങളെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. നിങ്ങൾക്ക് NCERT മാത്സിലെ എല്ലാ ക്വസ്റ്റ്യൻ്റെയും NCERT സൊല്യൂഷൻ, അതായത് NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ ക്വസ്റ്റ്യനും വിത്ത് മിസലേനിയസ് ക്വസ്റ്റ്യൻസും അതിൻ്റെയൊക്കെ സൊല്യൂഷൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾ ഒരുപാട് പേര് പറയുകയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള ഒരു സംഭവം നിങ്ങൾക്ക് സെറ്റപ്പ് ചെയ്ത് തരുന്നതായിരിക്കും. ആൻഡ് നിങ്ങൾ പറയാം കേട്ടോ. സോ വെയിറ്റേജ് അറിഞ്ഞുകൊണ്ട് പഠിക്കുക, നല്ല ടൈം ടേബിൾ സെറ്റ് ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക. കാണാം.